നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ അയവ് വരാതെ ലോകമാകെ അതിന്റെ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശിയുമായി ഇതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നു. ട്രംപുമായി സംസാരിച്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനായി നയതന്ത്ര ചർച്ചകൾക്ക് മുൻഗണന നൽകേണ്ടതിന്റെ ആവശ്യകത ഈ ചർച്ചയിൽ കിരീടാവകാശി ഊന്നിപ്പറഞ്ഞു. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷാവസ്ഥകളും അയവുണ്ടാക്കുന്ന അന്താരാഷ്ട്ര പ്രത്യാഘാതങ്ങളും ചർച്ച ചെയ്യുന്നതിനായി സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഫോണിലാണ് സംസാരിച്ചത്. ഈ അടുത്ത ദിവസമാണ് നയതന്ത്ര പ്രാധാന്യമുള്ള ഈ സംഭാഷണം നടന്നത്. മേഖലയിലെ സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനും സാഹചര്യം വൻ യുദ്ധത്തിലേക്ക് വഴിമാറുന്നത് തടയുന്നതിനും എല്ലാവിധ ശ്രമങ്ങളും നടത്തണമെന്ന് അമീർ മുഹമ്മദ് ബിൻ സൽമാൻ ട്രംപിനോട് ആവശ്യപ്പെട്ടു. സൈനിക നീക്കങ്ങൾക്കു പകരം നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകണം. മേഖലയിലെ രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന നീക്കങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നിലവിലുള്ള സഹകരണ മേഖലകൾ അവലോകനം ചെയ്ത ഇരുവരും ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള വഴികളും ചർച്ച ചെയ്തു. ഇറാനെതിരെ അമേരിക്ക തുടങ്ങിവെച്ച യുദ്ധം എങ്ങും എത്താതെ ഇരിക്കുന്ന ഈ വേളയിൽ സൗദിയും ഇപ്പോൾ പറയുന്നത് നയതന്ത്ര നീക്കത്തിലൂടെ ഇത് അവസാനിപ്പിക്കണമെന്നാണ്. ഏതായാലും ചർച്ചകൾ പുരോഗമിക്കാനാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ലോകരാജ്യങ്ങൾ പലരും പറയുന്നതും അതുതന്നെയാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ അഭിപ്രായവും അതുതന്നെയാണ്. ചർച്ചകളിലൂടെ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാകണം എന്ന് തന്നെയാണ് ലോകം മുഴുവൻ പറയുന്നത്. കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാഖിൽ നിന്നുണ്ടായ ഡ്രോൺ ആക്രമണങ്ങളെ ഖത്തറും ബഹ്റൈനും ശക്തമായി അപലപിച്ചിട്ടുണ്ട്. ഈ പ്രകോപനപരമായ നീക്കം മേഖലയുടെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും കടുത്ത ഭീഷണിയാണെന്ന് ഇരു രാജ്യങ്ങളും പ്രസ്താവിച്ചു. സൗദിയുടെ പരമാധികാരം സംരക്ഷിക്കാനുള്ള നടപടികൾക്ക് പൂർണ്ണ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയുടെ ഈസ്റ്റേൺ റീജിയണിലുള്ള എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാഖിൽ നിന്ന് ഡ്രോൺ ആക്രമണമുണ്ടായത്. ഇതിനെതിരെയാണ് ഇരു രാജ്യങ്ങളുടെയും വിദേശകാര്യ മന്ത്രാലയങ്ങൾ പ്രസ്താവനകളിലൂടെ അപലപിച്ചത്. മേഖലയിലെ സംഘർഷങ്ങൾ കുറയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളെ തകർക്കുന്ന നടപടിയാണ് ഇതെന്ന് ബഹ്റൈൻ ചൂണ്ടിക്കാട്ടി. UN സെക്യൂരിറ്റി കൗൺസിൽ പ്രമേയം 2817 പരസ്യമായ ലംഘനമാണ് ഇതെന്ന് ബഹ്റൈൻ വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. സ്വന്തം മണ്ണ് സംരക്ഷിക്കാനും ആക്രമണങ്ങളുടെ ഉറവിടങ്ങൾക്ക് തക്കതായ മറുപടി നൽകാനുമുള്ള സൗദി അറേബ്യയുടെ അവകാശത്തിന് ബഹ്റൈൻ പൂർണ്ണ പിന്തുണയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സൗദിയുടെ പരമാധികാരത്തിന്മേലുള്ള നഗ്നമായ ലംഘനമാണ് ഈ ആക്രമണമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും വ്യക്തമാക്കി. അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിൻ്റെയും നല്ല അയൽപക്ക ബന്ധങ്ങളുടെ തത്വങ്ങളുടെയും പരസ്യമായ ലംഘനമാണിത്. സൗദി അറേബ്യയുടെ സുരക്ഷയും പരമാധികാരവും സംരക്ഷിക്കുന്നതിനായി കൈക്കൊള്ളുന്ന എല്ലാ നിയമപരമായ നടപടികൾക്കും ഖത്തറിൻ്റെ പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായും ഖത്തർ മന്ത്രാലയം അറിയിച്ചു. ആയുധങ്ങൾ പൂർണ്ണമായും രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭരണകൂടത്തിൻ്റെ നിയന്ത്രണത്തിലാക്കണമെന്ന ഇറാഖ് സർക്കാരിൻ്റെ തീരുമാനം അടിയന്തരമായി നടപ്പിലാക്കണമെന്ന് GCC രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്രമകാരികളായ സായുധ ഗ്രൂപ്പുകൾ ഇറാഖി മണ്ണ് മറ്റ് അയൽ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള കേന്ദ്രമാക്കി മാറ്റുന്നത് തടയാൻ ഇറാഖ് സർക്കാർ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഊന്നിപ്പറഞ്ഞു. എന്നാൽ പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ തുടരുന്ന ഈ സാഹചര്യത്തിൽ 2 വർഷത്തേക്ക് ഏത് പ്രതികൂല സാഹചര്യങ്ങളും നേരിടാൻ രാജ്യം പൂർണ്ണ സജ്ജമാണെന്ന് ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റസ ആരഫ് അറിയിച്ചത്. ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്നതിനായി അടുത്ത 2 വർഷത്തേക്കുള്ള അവശ്യ ശേഖരണം സർക്കാർ ആരംഭിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ഇറാന്റെ അർദ്ധ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാഴ്സ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ദേശീയ സുരക്ഷയും ജനങ്ങളുടെ ആവശ്യങ്ങളും മുൻനിർത്തിയാണ് ദീർഘകാല കരുതൽ പദ്ധതി നടപ്പാക്കുന്നത്. ഏതൊക്കെ വിഭവങ്ങളാണ് ശേഖരിക്കുന്നതെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. ജനങ്ങളുടെ സുരക്ഷയും രാജ്യത്തിൻ്റെ സ്ഥിരതയും ഉറപ്പാക്കുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന പരിഗണനയെന്ന് മുഹമ്മദ് റസ ആരഫ് പറഞ്ഞു. വരാനിടയുള്ള ഏറ്റവും കടുത്ത പ്രതിസന്ധികളെയും നേരിടാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ സൗദി അറേബ്യ നയതന്ത്രം ആഗ്രഹിക്കുമ്പോഴും ബാക്കി ലോകരാജ്യങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോഴും
നേരെ ഓപ്പോസിറ്റായിട്ട് ചിന്തിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇസ്രായേലും ബെഞ്ചമിൻ നെതന്യാഹുവും. പ്രത്യേകിച്ചും ഇറാനുമായുള്ള യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ വിരുദ്ധ നിലപാടുകളുമായിട്ടാണ് ഇസ്രായേലും സൗദി അറേബ്യയും ഇപ്പോൾ നിൽക്കുന്നത്. യുദ്ധം ശക്തമാക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുമ്പോൾ സംഘർഷത്തിന് അയവ് വരുത്തണമെന്നാണ് സൗദിയുടെ ആവശ്യം. ഈ ഭിന്നതകൾക്കിടയിൽ ട്രംപ് ഒരു നിർണായക തീരുമാനമെടുക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ്. ഇറാനുമേൽ പൂർണ്ണതോതിലുള്ള യുദ്ധവും ആക്രമണങ്ങളും ശക്തമാക്കണമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവശ്യപ്പെട്ടപ്പോൾ സംഘർഷം നീണ്ടുപോകുന്നത് വലിയ വിപത്താണെന്നും ഉടൻ അയവ് വരുത്തണമെന്നുമാണ് സൗദി അറേബ്യ നൽകിയ സന്ദേശം. ഇക്കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ ട്രംപുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നെതന്യാഹു ഇറാനുമായുള്ള ചർച്ചകൾ വ്യർത്ഥമാണെന്ന നിലപാടറിയിച്ചത്. ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ സൈനിക ആക്രമണങ്ങളും സാമ്പത്തിക ഉപരോധങ്ങളും കടുപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട നെതന്യാഹു യുദ്ധം പുനരാരംഭിക്കുന്ന കാര്യം ഉൾപ്പെടെ ട്രംപുമായി ചർച്ച ചെയ്തു. എന്നാൽ തൊട്ടടുത്ത ദിവസം വാഷിംഗ്ടണിലെത്തിയ സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ തികച്ചും വ്യത്യസ്തമായ സന്ദേശമാണ് വൈറ്റ് ഹൗസിന് നൽകിയത്. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ്റെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റ് ട്രംപിനെയും വൈസ് പ്രസിഡന്റ് JD വാൻസിനെയും കണ്ട സൗദി മന്ത്രി യുദ്ധം കടുപ്പിക്കാൻ നെതന്യാഹുവാണ് ശ്രമിക്കുന്നതെന്നും എന്നാൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാണ് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു. ഒരുപക്ഷെ ഇങ്ങനെ ലോകം തന്നെ രണ്ട് ചേരികളിലായി മാറാൻ സാധ്യതയുള്ള ഒരു വിഷയമായിട്ടാണ് ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ യുദ്ധം നീണ്ടുപോകുന്നത്. ഒരുപക്ഷെ രണ്ട് ചേരികളായി വരും നാളുകളിൽ അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഇതിങ്ങനെ നീണ്ടുപോവുകയാണെങ്കിൽ ഇനി ഒരുപക്ഷെ ലോകമഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതയും വിദൂരമല്ല. എന്തായാലും സമാധാന മേഖലയിൽ പുലരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.